നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തൻ്റെ രക്തത്താൽ വിടുവിച്ച് തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ. യോഹന്നാൻ അപ്പോസ്തലൻ പത്മോസ് ദ്വീപിൽ ഏകനായി നാട് കടത്തപ്പെട്ടവനായി താനായിരിക്കുന്ന ആ സാഹചര്യത്തിൽ താൻ തന്നെ പറയുന്നു, കർത്തൃ ദിവസത്തിൽ ആത്മവിവശ്യതയിലായി കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത അപ്പോസ്തലന് ലഭിക്കുകയും അന്ന് ഏഷ്യ മൈനറിലുണ്ടായിരുന്ന 7 സഭകളെ കുറിച്ചുള്ള ആലോചന അറിയിക്കുകയും അതുകൂടാതെ വേദപുസ്തകത്തിന്റെ അവസാന പുസ്തകമായ വെളിപ്പാടിലൂടെ ഭൂമിക്ക് എന്ത് സംഭവിക്കും, ഭൂമിയിലെ മനുഷ്യർക്ക് എന്ത് സംഭവിക്കും, അതിൻ്റെ സമാപ്തി എങ്ങനെയായിത്തീരും, പുതിയ കാര്യങ്ങൾ എങ്ങനെയായിത്തീരും എന്ന് വിശദമായി പറഞ്ഞുകൊടുത്ത് നമുക്ക് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഈ വെളിപ്പാട് പുസ്തകം. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു. എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത്? റോമാലേഖനം അതിൻ്റെ 5-ാം അധ്യായം 8-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എപ്പോഴാണ് മരിച്ചത്? നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ചു. അതിന് മുകളിൽ എഴുതിയിരിക്കുന്നുണ്ട്, നീതിമാന്മാർക്ക് വേണ്ടി ഒരു പക്ഷേ പലരും മരിക്കുമായിരിക്കാം, എന്നാൽ അധർമ്മികൾക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിക്കുന്നത് അപൂർവമാണ്. എന്നാൽ ഞാനും നിങ്ങളും പാപികളായിരുന്നപ്പോൾ എന്നെയും നിങ്ങളെയും വിടുവിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലെ സകല മഹിമകളെയും വിട്ട് എന്റെയും നിങ്ങളുടെയും പാപ പരിഹാരത്തിനായി കാൽവരി ക്രൂശിൽ മരിച്ചത് നമ്മോടുള്ള സ്നേഹത്തെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, പിന്നെയോ അവൻ തമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാക്കാൻ അയച്ചതു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? എൻ്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുവാൻ തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് തന്നെ ദൈവത്തിന്റെ സാക്ഷാൽ സ്നേഹമാകുന്നു. ഇതിന് പദ്ധതിയിട്ടതോ മനുഷ്യൻ ആദം പാപം ചെയ്ത ആ ദിവസം തന്നെ വിടുതലിനുള്ള പദ്ധതി പിതാവായ ദൈവം ഒരുക്കി. നമുക്കറിയാം, ദൂതന്മാർ പാപം ചെയ്തു. ഒരു കൂട്ടം ദൂതന്മാർ, ലൂസിഫറും കൂട്ടരും പാപം ചെയ്തു, ഹൃദയത്തിൽ നിഗളിച്ചു, അഹങ്കരിച്ചു. അവരെ സ്വർഗീയ സ്ഥാനങ്ങളിൽ നിന്ന് അവരെ തള്ളിക്കളഞ്ഞു. ലൂസിഫറും കൂട്ടരും പിന്നീട് ആകാശത്തിലെ ദുഷ്ടാത്മസേനയായി മാറി, സാത്താനും അവന്റെ കൂട്ടരുമായി മാറി. അവർ പാപം ചെയ്തപ്പോൾ അവരെ വീണ്ടെടുക്കുവാൻ ഒരു പദ്ധതി പിതാവായ ദൈവം ഒരുക്കിയില്ല. അതിനുശേഷം വീണ്ടും നാം വായിക്കുന്നു, വേറൊരു കൂട്ടം ദൂതന്മാർ പാപം ചെയ്തു. അവരെ കുറിച്ച് പറയുന്നത്, സ്വന്തം വാസസ്ഥലം അവര് കാത്തുകൊള്ളാതെ അന്യ ജഡം മോഹിച്ച് അവർ അതെ നടന്നു. അതുകൊണ്ട് അവരെ യൂദായുടെ ലേഖനത്തിൽ വായിക്കുമ്പോൾ അന്ധതമസ്സില് ചങ്ങലയിട്ട് അന്ത്യ ന്യായവിധിക്കായി അവരെ സൂക്ഷിച്ചിരിക്കുന്നു. അവരെയും വിടുവിക്കുവാൻ ദൈവം ഒരു പദ്ധതി ഒരുക്കിയില്ല. എന്നാൽ മാനവജാതി, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവനെ സ്നേഹിച്ച സ്നേഹമാണ് യേശു ക്രിസ്തുവിലൂടെയുള്ള വിടുതൽ എന്ന് പറയുന്നത്. ദൈവവേദലേ, എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ച സ്നേഹമാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ആ ക്രിസ്തുവിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിനാൽ നിങ്ങളിൽ പകർന്നിരിക്കുന്ന സ്നേഹം നിങ്ങളിൽ ഇരിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? കൊലോസ്യർ 1:27 വായിക്കുന്നു. അതൊരു മർമ്മമായിട്ടാണ് പൗലോസ് ശ്ലീഹ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴപൂർവ്വ കാലങ്ങളിൽ വെളിപ്പെടാതിരുന്ന ഒരു മർമ്മം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നുവല്ലോ. ഇപ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ
അതെ, ദൈവത്തിന്റെ സ്നേഹമായ പുത്രനായ ക്രിസ്തു നമ്മിലിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. അവൻ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു. ആ സ്നേഹം എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച ആ സ്നേഹം നാം ഓർക്കണം. അല്ലാതെ വീട് തന്നതിൻ്റെ, ജോലി തന്നതിൻ്റെ, രോഗം സൗഖ്യമാക്കിയതിൻ്റെ, കുഞ്ഞുങ്ങളെ നല്ല വിദ്യാഭ്യാസം കഴിത്ത് നല്ല വിവാഹ ബന്ധത്തിലൊക്കെ ഏർപ്പെടുവാൻ കഴിഞ്ഞതിൻ്റെ, അതൊക്കെ ഓർത്താണ് പലരും സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയുന്നത്. അതൊക്കെ നല്ലൊരു കാര്യമാണ്. ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ നമുക്കിതൊക്കെ ആവശ്യമാണ്. എങ്കിലും നാം ദൈവ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് ക്രിസ്തുവിനെയാണ്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെയാണ് നാം ഓർക്കേണ്ടത്. ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിനെ ഓർക്കുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ഞാനും നിങ്ങളും പാപികളായിരിക്കുമ്പോൾ തന്നെ എന്നെയും നിങ്ങളെയും ഓർത്ത് കാൽവറി ക്രൂശിൽ മരിച്ച് രക്തമൊഴുക്കി പാപത്തിന്റെ പ്രായശ്ചിത്തം വരുത്തിയ യേശു ക്രിസ്തുവിന്റെ ആ പരമബലിയെ നാം ഓർക്കണം. ആ സ്നേഹത്തെ നാം ഓർക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. ബൈബിള്, വേദപുസ്തകം എന്ന് പറയുന്നത് എത്ര വർഷം ഭൂമിക്ക് പഴക്കമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു പുസ്തകമല്ല. പലരും പറയുന്നുണ്ട് 6000 വർഷത്തെ ചരിത്രമാണ് വേദപുസ്തകത്തിനുള്ളതെന്ന്. എന്നാൽ അതിന് എത്രയോ കാലങ്ങൾ മുമ്പ് ഇവിടെ നിന്ന് ഫോസിലുകൾ, മില്യൺസ് ഓഫ് ഇയേഴ്സ് ഓൾഡ് ഫോസിൽസ് ഒക്കെ കണ്ടുപിടിക്കുന്നു. കോടാനുകോടി വർഷങ്ങൾ പഴക്കമുള്ള പലതും കണ്ടെടുക്കുന്നു. എന്നാൽ വേദപുസ്തകം അനുസരിച്ച് 6000 വർഷത്തെ ചരിത്രമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നു പറയുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, ഭൂമിയുടെ കാലപ്പഴക്കത്തെ കാണിക്കുന്ന ഒരു പുസ്തകമല്ല വേദപുസ്തകം എന്ന് പറയുന്നത്. അവിടെ നാം 1-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം നാം വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു, എന്നാൽ ഭൂമി പാഴായും ശൂന്യമായും കിടന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭൂമിയെ വീണ്ടും പുതുക്കിപ്പണിയുന്ന ഒരു പ്രക്രിയയാണ് നാം 1-ാം അധ്യായത്തിൽ കാണുന്നത്. പാഴും ശൂന്യവുമായതിനെ പുതുക്കി പണിയുന്ന, അഥവാ ഒരു റിസ്റ്റോറേഷൻ, ഒരു റിനോവേഷൻ നടത്തുന്ന, പുതുമ, എല്ലാത്തിന്മേലും പുതുക്കം വരുത്തുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. എല്ലാം പുതുക്കി, എല്ലാം അതേ നേരെയാക്കി, വെളിച്ചം നേരെയാക്കി, പ്രകാശം വരട്ടെ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അച്ചുതണ്ട് അതിൻ്റെതായ ലെവലിൽ അതിനെ ശരിയാക്കി, സമുദ്രമെല്ലാം വെള്ളമെല്ലാം ഒരിടത്ത് കൂടത്തക്കവണ്ണം അതിനെ ശരിയാക്കി, കര കാണായി വന്നു. ഹല്ലേലൂയ. അതിനെ റിസ്റ്റോർ ചെയ്തു, റിന്യൂ ചെയ്തു. എന്നിട്ടെല്ലാം നോക്കിയിട്ട് പറഞ്ഞു, സകലതും നന്ന് എന്ന് കണ്ടു. അതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ 2 കൊരിന്ത്യർ 5:17 വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. അവിടെയും പുതുക്കത്തെയാണ് കാണിക്കുന്നത്. പുതിയ സൃഷ്ടി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഉൽപ്പത്തി പുസ്തകത്തിലും പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ പുതിയ, അതേ പുതിയ ഭൂമി, പുതിയ ആകാശം, ഒരു പുതുക്കത്തിലേക്ക് അതിനെ കൊണ്ടുവന്നു. വീണ്ടും നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് 21-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ ഭൂമിയുടെ പുതിയ അനുഭവത്തെ അവിടെ കാണുവാനായിട്ട് കഴിയും. പുതിയ, അതേ ഭൂമിയുടെ പുതിയ ആകാശം, പുതിയ ഭൂമി. 1-ാമത്തെ ഭൂമി, 1-ാമത്തെ ആകാശം ഒഴിഞ്ഞുപോയി. ദൈവം അവിടെയും ഒരു റിനോവേഷൻ നടത്തുകയാണ്, ഒരു റിസ്റ്റോറേഷൻ നടത്തുകയാണ്, ഒരു പുതുക്കം നടത്തുകയാണ്. ഹല്ലേലൂയ. അത് കൂടാതെ ഇതാ വേറൊരു ഭാഗം അതിനോട് ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. അവിടെ വേറൊരു ഭാഗം പുതിയ യെരൂശലേം, സ്വർഗത്തിൽ നിന്ന് മണവാളന് വേണ്ടി അലങ്കരിച്ച മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുവാനിടയായി. പുതുക്കം വരുത്തുന്ന ഒരു പുസ്തകമാണ് ദൈവത്തെ കണ്ടുമുട്ടിയ ദൈവപൈതൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവൻ. അവൻ പഴയ സ്വഭാവത്തിലല്ല, പഴയ ആ അനുഭവത്തിലല്ല, ഒരു പുതിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അതാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന അതേ കാര്യങ്ങളെന്ന് പറയുന്നത്. ഭൂമിയുടെ കാലപ്പഴക്കത്തെ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല വിശുദ്ധ വേദപുസ്തകം. അത് നാം ആദ്യം മനസ്സിലാക്കണം.
തർക്കിക്കുന്നവരോടോ വാദിക്കുന്നവരോടോ നമുക്ക് പറയുവാനുള്ളത് ഭൂമിയുടെ കാലപ്പഴക്കത്തെയല്ല, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകം എടുത്തു പഠിച്ചാൽ പുതുക്കുന്ന എല്ലാം പുതുതായി തീർക്കുന്ന ഒരു പുസ്തകമാണ്. ദൈവത്തോട് അടുക്കുന്നവർക്ക്, ക്രിസ്തുവിലൂടെ കടന്നു വരുന്നവർക്ക് ഒരു പുതുക്കത്തിന്റെ അനുഭവത്തെ തരുന്ന പുസ്തകമാണ് വിശുദ്ധ വേദ പുസ്തകം. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ വിശ്വാസികളെ സംബോധന ചെയ്ത് എഴുതുന്ന ഒരു ഭാഗമുണ്ട്. എഫെസോസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായിരിക്കുന്നവർക്ക് എഴുതുന്നത്. ഓരോ ലേഖനവും അപ്പോസ്തലനായ പൗലോസ് എഴുതുമ്പോൾ സംബോധന ചെയ്യുന്നത് വിശുദ്ധന്മാർ എന്നാണ് വിശ്വാസികളെ സംബോധന ചെയ്യുന്നത്. നാം ഈ വിശുദ്ധന്മാർ എന്നുള്ള ഈ പദവി നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നാം മനസ്സിലാക്കണം. പഴയ നിയമത്തിലേക്ക് കടന്നു പോകുമ്പോൾ സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ട വിധങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതിലെ ഉപകരണങ്ങളെ ഉണ്ടാക്കേണ്ട വിധികളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. സമാഗമന കൂടാരം എല്ലാം ഉണ്ടാക്കി. അതിന്റെ 40-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 9-ാം വാക്യം, അഭിഷേക തൈലമെടുത്ത് തിരുനിവാസവും അതിലുള്ള സകലതും അഭിഷേകം ചെയ്ത് അതും അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും ശുദ്ധീകരിക്കണം, അത് വിശുദ്ധമായിരിക്കണം. വീണ്ടും 10 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഹോമയാഗപീഠം അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും അഭിഷേകം ചെയ്ത് യാഗപീഠം ശുദ്ധീകരിക്കണം. യാഗപീഠം അതിവിശുദ്ധമായിരിക്കണം. തൊട്ടിയും അതിൻ്റെ കാലും അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. എന്ന് പറഞ്ഞാൽ സമാഗമന കൂടാരവും ദൈവം കടന്നു വന്ന് പാർക്കുവാൻ ആഗ്രഹിച്ച് നിങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് ഒരു സമാഗമന കൂടാരം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ അളവുകൾ കൊടുത്ത് മോശ പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം സമാഗമന കൂടാരവും അതിലെ ഉപകരണങ്ങളും എല്ലാം ഉണ്ടാക്കി. അതിനുശേഷം പറഞ്ഞു, ഇതിനെ അഭിഷേകം ചെയ്ത് ശുദ്ധീകരിക്കണം. ഓരോ ഉപകരണങ്ങളുമേലും അഭിഷേക തൈലം തളിക്കപ്പെടണം. യാഗപീഠം അത് പ്രാകാരത്തിലാണോ, അതും ശുദ്ധീകരിക്കണം. യാഗപീഠത്തിൽ പുരോഹിതന്മാർക്ക് കൈകാലുകൾ കഴുകുവാൻ വെച്ചിരിക്കുന്ന താമ്രത്തൊട്ടി, അതും അതിൻ്റെ കാലുകളും താമ്രത്തൊട്ടി വെക്കുവാൻ 4 കാലുള്ള ഒരു സ്റ്റാൻഡ്, അതും വിശുദ്ധീകരിക്കണം. ദൈവവേദിയിലെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ തൊട്ടിയുടെ കൂടെ മറ്റ് പല തൊട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ പ്രാകാരത്തിൽ യാഗപീഠത്തിന് സമീപം ഈ തൊട്ടി അവിടെ കൊണ്ടുവന്ന് വെച്ചു. അതിനെ അഭിഷേക തൈലം തളിച്ച് അതിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ മറ്റ് തൊട്ടിയും ഈ തൊട്ടിയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആലയത്തിലെ സകല ഉപകരണങ്ങളും ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിലെ പാത്രങ്ങളാകട്ടെ, അതിലെ ഉപകരണങ്ങൾ എന്തുമാകട്ടെ, അത് അഭിഷേക തൈലം തളിച്ച് അതിനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ മറ്റു പാത്രങ്ങളും ഈ പാത്രങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെയാണ് ഞാനും നിങ്ങളും എന്ന് പറയുന്നത്. ലോകത്തിൽ നാം ജീവിക്കുന്നുവെങ്കിലും നിങ്ങൾ ലോകത്തിൽ നിങ്ങളെ വീണ്ടെടുത്തിരിക്കയാൽ നിങ്ങൾ ഇനി ലോകക്കാരല്ല, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. നമ്മെ അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം നിങ്ങളുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിച്ചിരിക്കുന്നു. റോമർ 5:6 വാക്യത്തിൽ വായിക്കുന്നു, അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്കും ലോകത്തിൽ ഉള്ളവർക്കും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. നമ്മെ പിതാവായ ദൈവം നോക്കുമ്പോൾ തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നാം മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. നാം രക്തം തളിക്കപ്പെട്ടവരാണ്. നാം വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. നാം മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തതയുള്ളവരാണ്. അതുകൊണ്ടാണ് നമ്മളെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. എൻ്റെ ഏതെങ്കിലും ക്വാളിറ്റിയോ യോഗ്യതയോ അല്ല, ഞാൻ ഏതെങ്കിലും പുണ്യപ്രവർത്തികൾ ചെയ്തിട്ടല്ല എന്നെ വിശുദ്ധൻ എന്ന് വിളിക്കുന്നത്. ഒരു പ്രത്യേക കാര്യത്തിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തിലെ ഒരു അംഗമായി എന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഞാൻ വിശുദ്ധൻ എന്ന് എന്നെ എണ്ണപ്പെടുവാൻ കാരണമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. നാം ഈ ദിവസങ്ങളിൽ വിശുദ്ധനാണ്. കാരണം നമ്മെ ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടിരിക്കുക, ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടിരിക്കുകയാണ്, മറ്റുള്ള ജനങ്ങളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ശ്ലീഹ പറയുന്നു, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, വിശുദ്ധ വംശം, രാജകീയ പുരോഹിത വർഗം, ദൈവത്തിന്റെ സ്വന്തം ജനം. ഇതാണ് നമ്മുടെ പദവി. ഇതുകൊണ്ടാണ് നാം
ലോകത്തിലുള്ള മറ്റുള്ളവരെ പോലെയല്ല. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ ഓരോ സഭയ്ക്കും കത്തെഴുതുമ്പോൾ തുടക്കത്തിൽ അവരെ സംബോധന ചെയ്ത് വിളിക്കുന്നത് വിശുദ്ധന്മാരും ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരുമായവരെ. ഈ ബെൽഷസ്സർ രാജാവ് ദാനിയേലിന്റെ സമയത്താ നെബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ പാത്രം എടുത്തുകൊണ്ട് വന്ന അതിനകത്ത് മദ്യമൊഴിച്ച താനും തന്റെ പ്രഭുക്കന്മാരും വെപ്പാട്ടികളുമൊക്കെ അതിൽ നിന്ന് കുടിച്ചു. അവിടെ ഒരു കൈയെഴുത്ത് പ്രത്യക്ഷനായി. മെനെ മെനെ തെക്കേലു ഫർസീൻ, ഞാൻ നിന്നെ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. നിന്റെ രാജ്യത്വം എണ്ണി നോക്കി, ഹല്ലേലൂയ, അതിനെ നീക്കിയിരിക്കുന്നു. ദൈവത്തിന്റെ വിശുദ്ധീകരിക്കപ്പെട്ട പാത്രങ്ങളെ അശുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കരുത്. ഞാനും നിങ്ങളും ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരായി നമ്മെ എണ്ണി വേർതിരിച്ചുവെങ്കിൽ നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കണം. ഈ പാത്രത്തെ എടുത്ത് ഇനി അതിനകത്ത് വേറെ ലോകത്തിന്റെ യാതൊന്നും അതിൽ കളങ്കം ചേരുവാൻ ഇടയാകരുത്, അത് മാലിന്യപ്പെടുവാൻ ഇടയാകരുത്. നിന്നെ വിളിച്ചു വേർതിരിക്കപ്പെട്ടിരിക്കുകയാ. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ പുരോഹിതന്മാരെ അഭിഷേകം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രത്യേക ഒരു വാക്യമുണ്ട് 32-ാം വാക്യത്തിൽ. അങ്ങനെ എഴുതിയിരിക്കുന്നു, അഭിഷേക തൈലം ദേഹത്തൊഴിക്കരുത്, ഇതുപോലെ വേറൊരെണ്ണം നിങ്ങൾ ഉണ്ടാക്കരുത്. ധൂപവർഗത്തെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് ഇതേപോലെ വേറൊരു ധൂപവർഗം നിങ്ങൾ ഉണ്ടാക്കരുത്. അഹരോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായിട്ട് വേർതിരിക്കുന്ന ആ ശുശ്രൂഷയിൽ അഭിഷേക തൈലം അവരുടെ ദേഹത്തല്ല തലയിലാണ് ഒഴിക്കേണ്ടത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പാടുന്നത്, അഹരോന്റെ തലയിലെ ഒഴിച്ച അഭിഷേക തൈലം താടിയുടെ വിളമ്പിലൂടെ വസ്ത്രത്തിലൂടെ ഒഴുകി അത് താഴോട്ട് പോകുന്നു. എന്നെയും നിങ്ങളെയും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം തന്ന പ്രത്യേക ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവ പൈതലേ, ഈ അഭിഷേകം തലയിൽ മാത്രമല്ല, നാവിൽ മാത്രമല്ല, അത് ഒഴുകട്ടെ, ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലൂടെ ഒഴുകട്ടെ. ആ അഭിഷേകത്തിന്റെ ശക്തിയും ആ അഭിഷേകത്തിന്റെ വിശുദ്ധിയും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും വെളിപ്പെട്ട് വരട്ടെ. യോശുവയുടെ കാലത്ത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാർ, അവരാണ് പെട്ടകം ചുമന്നുകൊണ്ട് പോകേണ്ടത്. മുൻപിൽ അവരുടെ കാൽവിരൽ യോർദാനിലെ വെള്ളത്തെ തൊട്ടാൽ യോർദാനിലെ വെള്ളം രണ്ടായി മാറുവാനിടയായി തീരും. അഭിഷേകമുള്ളവന്റെ കാൽ ചവിട്ടുന്നിടത്ത് അവിടെ അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടുവാനിടയായി തീരും. അഭിഷിക്ത, നിന്റെ മേലുള്ള അഭിഷേകത്തെ നീ തുച്ഛീകരിക്കരുത്. ഹല്ലേലൂയ, അത് ഒഴുകട്ടെ, പെരുവിരലിലേക്ക് വ്യാപരിക്കട്ടെ. നീ കടന്നു എന്ന് ഉള്ളങ്കാൽ ചവിട്ടുന്നിടത്ത് അതിന്റെ വിടുതൽ നീ കാണാൻ പോകുകയാ. എന്നെയും നിങ്ങളെയും അതേ ഒരു പ്രത്യേക കാര്യത്തിനായി വിശുദ്ധിയുടെ പ്രമാണത്തിൽ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുകയാണ്, ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും കുറവുകളും പഴയകാലത്തെ പാപങ്ങളുമല്ല കാണുന്നത്. പാപത്തിന് പരിഹാരം വരുത്തിയ യേശു ക്രിസ്തുവിന്റെ പുണ്യാഹ രക്തം തളിക്കപ്പെട്ടവരായി എന്നെ നിങ്ങളെ കാണുകയാണ്. അതുകൊണ്ടാണ് പിതാവോട് ഇരുന്നു കൊണ്ട് പറയുന്നത്, യവൻ വിശുദ്ധനാണ്, വിളിച്ചു വേർതിരിച്ച പ്രത്യേക കൂട്ടത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്കും കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ആത്മജീവികളായ പിശാചിനും അവന്റെ കൂട്ടർക്കും നമ്മളെ കാണുമ്പോൾ അപ്പോൾ തന്നെ മനസ്സിലാകും, ദൈവവൈതലേ, ഇവർ വിശുദ്ധരാണ്. അതുകൊണ്ടാണ് ആഭിചാരം ഇസ്രായേലിന് ഫലിക്കയില്ല, ലക്ഷണബുദ്ധി അവനോട് അടുത്ത് വരികയില്ല. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളോടുകൂടെ എണ്ണപ്പെടുന്നില്ല. ഓ ഹല്ലേലൂയ, പ്രത്യേക ജനമാ, വിശുദ്ധ വംശമാ, രാജകീയ പുരോഹിത വർഗമാ, ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. സന്തോഷമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ വായിച്ച കുറിവാക്യം നിങ്ങൾ മറന്നു പോകരുത്. നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ച് തന്റെ പിതാവായ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരും ആക്കി വെച്ചവന് എന്നേക്കും മഹത്വവും ബലവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ യോഗ്യതയോ നമ്മുടെ യാതൊരു മറ്റ് കാര്യങ്ങളോ അല്ല, ക്രിസ്തുവിലൂടെ നാം പിതാവിന് വിശുദ്ധന്മാരും ആയി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്.
എഫേസ്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ, ആ ഭാഗം ഞാൻ വായിക്കട്ടെ. അവിടെ ഏതാണ്ട് 5 കാര്യങ്ങൾ പിതാവായ ദൈവം ക്രിസ്തുവിലൂടെ ഒരു ദൈവ പൈതലിന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പറയുന്നത്, അതിന്റെ 16-ാമത്തെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവരായി തെരഞ്ഞെടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കണം, നിത്യതയിലെ തെരഞ്ഞെടുപ്പ് ഭാവികാല നിത്യതയിൽ നാം അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിനാണ്. ഈ ലോകത്തിൽ നാം വിശുദ്ധന്മാരായി നമ്മെ വിളിച്ചു വേർതിരിച്ചു. തന്റെ പുത്രനിലൂടെ പ്രത്യേക ഉദ്ദേശത്തിനായി നമ്മെ അഭിഷേകം ചെയ്ത് വിശുദ്ധീകരിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ രക്തത്തെ കണ്ട് നമ്മുടെ പാപങ്ങളെ കഴുകി ശുദ്ധീകരിച്ചു. ഈ ലോകത്തിൽ നമ്മുടെ സാങ്ക്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവപൈതലേ, നാം ഭാവികാല നിത്യതയിൽ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നിർത്തേണ്ടതിനാണ് നമ്മെ ലോക സ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തത്. വീണ്ടും ഞാൻ മുന്നോട്ട് വരട്ടെ. ഇവിടെ സ്നേഹത്തിൽ മുൻ നിയമിച്ചു എന്നാണ് എഫെസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നത്. ഈ മുൻ നിയമനം നടന്നത് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ മുൻ നിയമനം തന്റെ പുത്രന്റെ സ്വരൂപത്തോട് ഏകീഭവിക്കേണ്ടതിനാണ് നമ്മെ മുൻ നിയമിച്ചിരിക്കുന്നത്. നാം ഇപ്പോൾ എന്താകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ കാണുന്നത് പോലെ നാം അവനോട് സാദൃശ്യന്മാരാകും. അവന്റെ സ്വരൂപത്തോട് നാം ഏകീഭവിക്കും. ഇതാണ് മുൻ നിയമനം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. എത്ര പേര് ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്? ഈ കാലഘട്ടങ്ങളിൽ ഇതൊന്നുമല്ല പ്രസംഗിക്കുന്നത്, ഇതൊന്നുമല്ല പഠിപ്പിക്കുന്നത്, ഇതൊന്നുമല്ല പലർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, പ്രാധാന്യമായിട്ടുള്ളത്. അവർക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങളൊക്കെ സാധിപ്പിച്ചെടുക്കാൻ പണ്ട് യേശുവിൻ്റെ പിന്നാലെ ഒരുപാട് പേര് നടന്നതുപോലെ, ഒരുപാട് കാഴ്ച കിട്ടണം, അതേ സൗഖ്യമാകണം, ഭൂതങ്ങളെ പുറത്താക്കണം, നിത്യജീവൻ അവകാശികളാകുവാൻ വളരെ കുറച്ചു പേര്, പുത്രന്റെ സ്വരൂപത്തോട് ഇന്നും അനുരൂപരാകുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾ എന്ന് പറയുന്നവർ പോലും വളരെ കുറവാണ്. നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യണം, നമ്മെ തന്നെ സൂക്ഷിക്കണം. അതാ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അവസാന അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്യുവീൻ, നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല. അപ്പൊ ആരുള്ളിൽ വേണം? ക്രിസ്തു ഉള്ളിൽ വേണം. ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സ്നേഹമാകുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ തന്നെ ശോധന ചെയ്ത് ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ തരുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മെ സ്നേഹിച്ച ദൈവം എന്നെ നിങ്ങളെ മാത്രമല്ല ഭൂമിയിലെ സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. അത് ക്രിസ്തുവിലൂടെ മാത്രമേ ആ സ്നേഹം പൂർണ്ണമാകുകയുള്ളൂ. കാൽവരി ക്രൂശിൽ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം തന്റെ പുത്രനെ മരിപ്പാൻ ഏൽപ്പിച്ച ആ സ്നേഹത്തിൽ, ആ ബലിമരണത്തിൽ, ആ യാഗത്തിൽ, ആ ചൊരിഞ്ഞ രക്തം എന്റെ പാപത്തിന് പരിഹാരമെന്ന് വിശ്വസിച്ച് ആ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുമ്പോഴാണ് ആ സ്നേഹം എന്തെന്ന് നാം തിരിച്ചറിയുകയുള്ളൂ. ആ രൂപാന്തരം നമ്മിൽ വരുന്നത്, പുതിയ സൃഷ്ടിയായി തീരുന്നത്, പുതിയ കാഴ്ചപ്പാട്, പുതിയ അനുഭവം, പുതിയ അറിവ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ അത് മനസ്സിലാക്കി ദൈവഭാഗത്തേക്ക് കടന്നു വന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാതുള്ളവരോട് ഞാൻ ദൈവനാമത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഇത് അറിയുവാൻ നിങ്ങളെ തന്നെ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും മുന്നോട്ട് വരട്ടെ. പുത്രിമാരായിട്ട് നമ്മെ ദത്തെടുത്തു. അത് ഈ പൗലോസിന്റെ ലേഖനത്തിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പദം. റോമ കാലഘട്ടത്തിൽ അവരുടെ സംസ്കാരത്തിൽ മക്കളില്ലാത്തവർ മക്കളെ ദത്തെടുക്കുമായിരുന്നു. അവർ മുതിർന്നു വന്നതിന് ശേഷം ഒരു വലിയ ചടങ്ങ് നടത്തുമായിരുന്നു. ആ ചടങ്ങിൽ അവരെ പുത്രന്മാരായിട്ട് അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുന്ന സമയത്ത് ആ ദത്തെടുത്ത പിതാവിന്റെ സകല സ്വത്തിനും ഓഹരിക്കാരായി, അവകാശികളായി അവരെ പ്രഖ്യാപിക്കും. പ്രൈസ് ദി ലോർഡ്.
നോക്കിയിട്ട് നമ്മെ ദത്തെടുത്തിട്ട് പിതാവായ ദൈവം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചു. പുതിയ പദവി തന്നു. ഹല്ലേലൂയ. വിശുദ്ധന്മാരെന്ന ആ ക്വാളിഫിക്കേഷൻ തന്നു. ഇനി നമുക്ക് കിട്ടാൻ പോകുന്നത് തന്റെ പുത്രന്റെ സ്വരൂപത്തോട് നാം അനുരൂപപ്പെടാൻ പോകുകയാ. കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉയർക്കും, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരശാലികളായി കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടും. ആ സമയത്ത് നാം ക്രിസ്തു എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ നാം അവനോട് സാദൃശ്യന്മാരാകും. ഓ ഹല്ലേലൂയ. ദത്തെടുത്ത പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന, പുത്രത്വത്തിന്റെ അവകാശത്തെ തന്ന ദൈവപൈതലെ ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ച് തന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപപ്പെടുത്തുവാൻ നിർണയിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് എല്ലാവരും ഒന്ന് കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എത്ര ആഴമേറിയ കരുതലാണ്, സ്നേഹമാണ് പിതാവായ ദൈവം നമുക്ക് വേണ്ടി അതെ കണ്ടിരിക്കുന്നതും ഒരുക്കിയിരിക്കുന്നതും. അടുത്ത ഭാഗത്തേക്ക് കടന്നു വരട്ടെ. ദൈവത്തിന്റെ ദാസന്മാരായിരിക്കാൻ ദൂതന്മാരുണ്ട്. എന്നാൽ നമ്മളെ ദാസന്മാരായിട്ടല്ല തെരഞ്ഞെടുത്തത്, നമ്മെ പുത്രന്മാരായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനെന്ത് യോഗ്യതയായി എനിക്കുള്ളത്, എന്ത് യോഗ്യതയായി എനിക്കുള്ളത്. ഓർത്താൽ പാപത്തിൽ കിടന്നവൻ, പാപത്തിന്റെ സകല മ്ലേച്ഛതയിലും ജീവിച്ചവർ, എന്നാൽ ഇന്ന് ക്രിസ്തുവിലൂടെ നാം വിശുദ്ധീകരിക്കപ്പെട്ടു. പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു. പുത്രന്മാരും പുത്രിമാരും ആക്കി. അതിനുശേഷം ഇതാ അവന്റെ വരവിങ്കൽ അവന്റെ സാദൃശ്യത്തോട്, പുത്രന്റെ സാദൃശ്യത്തോട് നമ്മെ ഏകീഭവിപ്പിക്കുന്നു. എത്ര മഹത്വകരമായ, എത്ര ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. പിതാവായ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അതിലൂടെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. വീണ്ടും ഞാൻ മുന്നോട്ട് കടന്നു വരട്ടെ. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം 21-ാമത്തെ വാക്യം എടുത്ത് വായിക്കുമ്പോൾ അവിടെ നമുക്ക് ചില കാര്യങ്ങളെ കാണുവാനായിട്ട് കഴിയും. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു, അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ വെളിപ്പെടുത്തും. അപ്പൊ പിതാവിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് പിതാവിനെ സ്നേഹിക്കണം. പിതാവിനെ സ്നേഹിക്കുമ്പോൾ പുത്രനെ സ്നേഹിക്കണം. എങ്ങനെയാ നമ്മുടെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്നത്? വെറും കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ? വേദപുസ്തകം പറയുന്നു അത് പോരാ. ഇവിടെ വായിക്കുന്നു, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. 23-ാമത്തെ വാക്യം അവിടെ ഒന്നുകൂടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിലെ ക്രിസ്തുവിലൂടെ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന പാപക്ഷമ ലഭിച്ച മക്കള് ആയ പദവിയെ ലഭിച്ചുവെങ്കിൽ നമുക്ക് പിതാവിനെ നാം സ്നേഹിക്കണം. അതവന്റെ കൽപ്പനകളെ, അവന്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവനെ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് അതേ മനസ്സിലാക്കുവാൻ, ദൈവത്തിന് നമ്മെക്കുറിച്ച് അതേ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിപ്പാൻ, ഒന്ന് യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഇരിക്കുന്നവൻ കള്ളനാകുന്നുവെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവേദന ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ഞാൻ അവന്റെ വചനത്തെ പ്രമാണിക്കും, ഞാൻ അവന്റെ കൽപ്പനകളിൽ നടക്കും. അങ്ങനെയുള്ളവരെ പിതാവ് സ്നേഹിക്കും. ഞാനും, യേശു പറയുന്നു, ഞാനും സ്നേഹിച്ച് എന്നെ തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു പുതിയ വെളിപ്പാട് നമുക്ക് ലഭിക്കുക. ദൈവവേദന ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം പെട്ടെന്ന്. ഇംഗ്ലണ്ടിലെ രാജ്ഞി ഒരിക്കൽ അവിചാരിതമായി ഒരു ഭവനം സന്ദർശിപ്പാനിടയായി. അവർ സ്ഥാനപത്രമോ അല്ലെങ്കിൽ കിരീടമോ ഒന്നും ധരിച്ചിട്ടില്ല. പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു ഭവനത്തിലേക്ക് അവിചാരിതമായി കടന്നു ചെന്നു. ആ രാജ്യത്തെ സംസ്കാരം അനുസരിച്ച് അവരാ രാജ്ഞിയാണെന്ന് അറിയാതെ തന്നെ ആ സ്ത്രീയെ സ്വീകരിച്ച് വീട്ടിലിരുത്തി. അവർക്ക് വേണ്ട ഉപചാരങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അവർ പോകാൻ നേരം അവർ പറഞ്ഞു, ഞാൻ
ഇംഗ്ലണ്ടിലെ രാജ്ഞിയാണ്. അപ്പോഴാണ് ആ വീട്ടുകാരറിയുന്നത്, അയ്യോ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ എന്തെങ്കിലും അത് തിരിയായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ രാജ്ഞി പറഞ്ഞ ഇതാണ്, ഞാൻ എൻ്റെ കിരീടം വെച്ചുകൊണ്ട് ഞാനിവിടെ വന്നിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ മനസ്സിലാക്കുമായിരുന്നു. ദൈവത്തിലെ യേശു ഈ ലോകത്തിൽ കടന്നു വന്നപ്പോൾ ആർക്കും അവനെ മനസ്സിലായില്ല. അവൻ ചെങ്കോലും കിരീടവും ഇല്ലാതെ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച്, ഹല്ലേലൂയ, നമ്മിൽ ഒരുത്തനെ പോലെ ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചു. അവനെ ആർക്കും മനസ്സിലായില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 2:8 നമ്മളെടുത്ത് വായിക്കുമ്പോൾ എങ്ങനെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അവനെ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ അവനെ ക്രൂശിക്കയില്ലായിരുന്നുവെന്നാണ് പൗലോസ്ലീഹ അവിടെ എഴുതിയിരിക്കുന്നത്. ഇവരെ യേശുവിനെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശു ആരാണെന്ന് എനിക്ക് നിങ്ങൾക്കും വെളിപ്പെട്ട് കിട്ടിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനിയും അവൻ വളരെ വേഗം പ്രത്യക്ഷനാകാൻ പോകുകയാണ്. വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നു, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവുമായി ഈ ലോകത്തെ ഭരിപ്പാൻ കടന്നു വരുന്നു. ഹല്ലേലൂയ. 7 രാജമുടികളുള്ള കിരീടമാണ് അവൻ ധരിക്കാൻ പോകുന്നത്. അവന്റെ തുടമേലും വസ്ത്രത്തിന്മേലും അവൻ സത്യവാൻ എന്ന് എഴുതിയിരിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്നുള്ള ഒരു ലേബൽ അവന്റെ മേൽ കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ യേശു രക്ഷകൻ എന്ന് തിരിച്ചറിഞ്ഞവർക്ക് അവൻ രാജാതി രാജാവായി വെളിപ്പെടുമ്പോൾ ആ രാജ്യത്തിൽ ഞാനും നിങ്ങളും അതെ അവനോട് ചേർന്ന് ആ രാജ്യത്തിലായിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തരികയാണ്. അത് നിത്യതയോളം നിലനിൽക്കാൻ പോകുകയാണ്. ഇന്നൊരു പക്ഷേ മറ്റുള്ളവർ നമ്മെ മനസ്സിലാക്കുന്നില്ല, മറ്റുള്ളവർ നമ്മെ മാനിക്കുന്നില്ല, മറ്റുള്ളവർ നമ്മെ അറിയുന്നില്ല. വിഷമിക്കണ്ട, വിഷമിക്കണ്ട. നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ടോ? നിന്നെ ഹല്ലേലൂയ നീ ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം തരുന്ന ഒരു ദിവസമുണ്ടോ? അന്ന് കർത്താവ് നമ്മെ ഒരു പിതാവ് തന്റെ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ടോ? ആകയാൽ നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വിശുദ്ധിയുടെ പ്രമാണത്തിൽ ജീവിക്കേണ്ടതിന് ഒരു യോഗ്യതയുമില്ലാഞ്ഞിട്ടും നമ്മെ സ്നേഹിച്ച് നമുക്ക് വിശുദ്ധന്മാരാക്കി നമ്മെ ഈ ലോകത്തിൽ വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അവന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം 4-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ പറയുന്നു, ദാനിയേലിന് പറഞ്ഞു, ദാനിയേലേ നീ പോയി കേൾക്ക, ഈ പുസ്തകത്തിന് മുദ്രയിടുക. എന്നാൽ വെളിപ്പാട് പുസ്തകം 22:10 എടുത്ത് വായിക്കുമ്പോൾ പറയുന്നു, സമയം അടുത്തിരിക്കയാൽ ഇതിന് മുദ്രയിടരുത്. നാം അന്ത്യകാലത്തേക്ക് സമീപിച്ചിരിക്കുകയാണ്. ഈ പ്രവചന ഭാഗങ്ങൾ മുദ്രയിടരുത്. സമയം അടുത്തിരിക്കുകയാണ്. ആകയാൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ വായിച്ചതുപോലെ നിങ്ങൾ ഇപ്പോഴും വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്ത് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടു എങ്കിൽ നിങ്ങൾ കൊള്ളരുതാത്തവരല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം.